കുറച്ച് ദിവസമായില്ല കണ്ടിട്ട് എല്ലാവരും കാണാൻ പറ്റുന്നുണ്ടോ? ക്ലാസ്സിനേക്കാളും വലിയ കാര്യം ഒന്ന് കാണുക എന്നുള്ളതാണ്. കരളിന്റെ കഷ്ണം എന്നൊക്കെ പറയില്ലേ, അത്രക്കുമായിരുന്നു നിങ്ങളൊക്കെ. എനിക്ക് നാണം വരും കേട്ടോ, അങ്ങനൊന്നും പറയല്ലേ. നാണിക്കാൻ പറഞ്ഞതല്ല, കാര്യമായിട്ട് പറഞ്ഞ ക്ലാസ് നല്ല മിസ്സിനൊന്ന് കാണണം, എന്നിട്ട് ക്ലാസ്. നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ട് മിസ്സേ, മിസ്സിനൊരു പ്രശ്നം ഉണ്ടാവരുതെന്ന് ദുആ ചെയ്യുന്നോണ്ട് അള്ളാഹു നമ്മുടെ ആരുടെ പ്രാർത്ഥന കേൾക്കാൻ പറയാൻ പറ്റില്ലല്ലോ. പക്ഷെ അള്ളാഹു എല്ലാം നേരാക്കി തരട്ടെ. നമുക്ക് തുടങ്ങാം. ഇതിന്റെ മുന്നുള്ള കുറച്ച് റെക്കോർഡുകൾ നിങ്ങൾക്ക് റെഡിയാക്കി വെച്ചതുണ്ട്, അതൊന്നൊന്നായിട്ട് അയച്ചു തരാനുണ്ട്. കുറേ ദിവസം ആയതുകൊണ്ട് ഏത് ആദ്യം അയക്കണം രണ്ടാമത്തത് ഏത് അയക്കണം എന്നുള്ളൊരു കൺഫ്യൂഷനിൽ ഇരിക്കണം. കുറേ ക്ലാസ്സിൻ്റെ തരാൻ. അപ്പോൾ നമുക്ക് സ്ലീവ് മറ്റേ ഈ ടെലഗ്രാം ബാൻ ചെയ്യാന്ന് പറയുന്നുണ്ട്, അപ്പൊ അതിൽ വീഡിയോ ഇപ്പൊ കിട്ടുമോ? ഇതുവരെ ബാൻ ചെയ്തിട്ടില്ല മിസ്. ആദ്യം മിസ്സിന്റെ സ്റ്റാറ്റസ് ആണ് നോക്കുന്നത്. മാഷാ അല്ലാഹ്. ഞാനത് അറിഞ്ഞിട്ടുണ്ടായിരുന്നു, ടെലഗ്രാം ബാൻ ചെയ്യാന്ന് അറിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതുവരെ ചെയ്തിട്ടില്ല. ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്താണ് ഇപ്പൊ വരുന്നിടത്ത് വെച്ച് കാണാൻ. അല്ല മറ്റുള്ള ഇതൊന്നും ഫിലിം ഒന്നും ഇപ്പൊ അതൊന്നും ഇതാക്കാൻ പറ്റുന്നില്ല. അപ്പൊ അങ്ങനെ തന്നെ എല്ലാ വീഡിയോസും ഒക്കെ ഇതാവുക എന്നുള്ളതാണല്ലോ. വരുന്നിടത്ത് വെച്ച് കാണാൻ. ഞാൻ പോട്ടെ, അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ അടുത്ത വഴി നോക്കാം, മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മുടെ ഇതിൽ സ്ലീവിൻ്റെതില്ല എങ്കിലും നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ എല്ലാ അളവിലും. ഇപ്പോൾ ചെറിയ കുട്ടികളുടെ അളവാണെങ്കിൽ ഇപ്പോൾ ഒരു ഫ്രോക്ക് എന്ന് പറയുമ്പോൾ ചെറിയ കുട്ടികൾക്കും, അതായത് 2-3 വയസ്സുള്ള കുട്ടികൾക്ക് സ്ലീവിൻ്റെ ആവശ്യം വരുന്നില്ല ഇവിടെ. ഇനിയിപ്പോൾ നിങ്ങളൊരു 10-12 വയസ്സുള്ള കുട്ടിക്കാണ് തയ്ക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെറിയൊരു സ്ലീവ് വെച്ച് കൊടുത്താൽ കൊള്ളാം എന്നുള്ളതുണ്ടാവും. നമ്മുടെ മോഡൽസിൽ ചില മോഡൽസിൽ നമുക്ക് സ്ലീവ് ഇല്ല അല്ല, ചിലതിലില്ല. പക്ഷേ സ്ലീവ് വേണം എന്ന് തോന്നുകയെന്നുണ്ടെങ്കിൽ അതെങ്ങനെയാണ് അതിൻ്റെ അളവ് എടുക്കുക, അതിന് കട്ട് ചെയ്യുക എന്നുള്ളത് ജസ്റ്റ് ഒന്ന് അതിൻ്റെ മെയിൻ ക്ലാസ്സാണിത്. അതായത് സ്ലീവിൻ്റെ അളവുകളുടെ മെയിൻ ക്ലാസ്സാണിത്. ബാക്കി കട്ടിങ്ങും കാര്യങ്ങളും സ്റ്റിച്ചിങ്ങും ഒക്കെ വഴിയേ വന്നോളും. അപ്പോൾ ഇത് എഴുതിയെടുക്കേണ്ട ക്ലാസ്സാണ്. എഴുതി കറക്റ്റായിട്ട് നിങ്ങൾ അബായയുടെ ക്ലാസ്സിൽ ഇതിൽ ആരൊക്കെയുണ്ട്? ആരെങ്കിലും ഉണ്ടോ? ഓക്കെ. അബായയുടെ ക്ലാസ്സിൽ ഒരു എന്താ പറയുക പാറ്റേൺ എഴുതിയിട്ട് ഇന്ന ഭാഗങ്ങൾ പോലെ അങ്ങനെ എഴുതിയിട്ടൊരു പേപ്പർ തന്നിട്ടുണ്ടായിരുന്നില്ല, പേപ്പറല്ല പേജിൽ തന്നിട്ടുണ്ടായിരുന്നില്ലേ? നിങ്ങൾ പറ്റുമെങ്കിൽ അതുപോലെ എഴുതി വെക്കാം. നമ്മൾ മറ്റുള്ള ക്ലാസ് പറ്റുമെങ്കിൽ അതുപോലെ എഴുതി വെക്കാൻ നോക്കാം. ഓക്കെ. അപ്പോൾ ആദ്യം നമ്മുടെ ക്ലോത്ത് എടുത്തിട്ട് നമുക്ക് എത്രയാണോ നീളം വേണ്ടത്, ക്ലോത്തിൻ്റെ നീളം എത്രയാണ്, ക്ലോത്തിൻ്റെ അല്ല നമ്മുടെ സ്ലീവിൻ്റെ നീളം. ചെറിയ ഷോർട്ടായിട്ടുള്ള സ്ലീവല്ലേ വെക്കുള്ളൂ. ഷോർട്ടാവട്ടെ, ഹാഫ് ആവട്ടെ, 3/4 ആവട്ടെ, എത്രയാണോ നമുക്ക് നീളം വേണ്ടത്, സ്ലീവിന് നീളം വേണ്ടത് എന്നുള്ളത് നോക്കിയിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള ക്ലോത്ത് എടുക്കുന്ന സമയത്ത് അതിൻ്റെ നീളം എത്ര വേണമെന്നുള്ളത് നോക്കിയിട്ട് പ്ലസ് തയ്യൽ തുമ്പ് കൂട്ടിയിടാം. ഫസ്റ്റത്തെ സ്റ്റെപ്പ്. തയ്യൽ തുമ്പ് കൂടുതൽ എടുത്തിട്ടുള്ള നീളം. പിന്നെ അതിൻ്റെ വീതി എങ്ങനെ കണക്കാക്കാം? നോട്ട് ഞാനീ പറയുന്നതാണ് നിങ്ങൾ എഴുതിയെടുക്കേണ്ടത്. ഈ പറയുന്നതാണ് നിങ്ങൾ എഴുതിയെടുക്കേണ്ടത്. ഓക്കെ. എഴുതിയെടുക്കാൻ സ്പീഡ് കുറഞ്ഞിട്ട് അല്ലെങ്കിൽ പെട്ടെന്ന് ക്ലാസ് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ റെക്കോർഡ് തരും. ഇതിൻ്റെ മുന്നത്തെ കുറച്ച് റെക്കോർഡുകളുണ്ട്. ഇത് സ്ലീവിൻ്റെ സെക്ഷൻ മാത്രമായിട്ട് നിങ്ങൾ എഴുതിയെടുക്കുക. ഓക്കെ. സ്ലീവിൻ്റെ സെക്ഷനിൽ മതി. സ്ലീവ് വേണ്ടാത്തവർക്ക് ഇത് സ്കിപ്പ് ചെയ്യാൻ വേണ്ട. ഓക്കെ. അപ്പോൾ നീളം എത്ര ഇഞ്ചാണ് വേണ്ടത് എന്നുള്ളത് നമുക്ക് അളവ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവില്ല നമുക്ക് എത്ര ഇഞ്ചിൻ്റെതാണ് വേണ്ടത് എന്നുള്ളത്. അതിന് പ്രത്യേകിച്ചൊരു ഒന്നും ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളതല്ല. നമ്മുടെ ഷോൾഡർ മുതൽ താഴേക്ക് എത്ര ഇഞ്ച് വേണം എന്നുള്ളത് നോക്കിയിട്ട് എടുക്കുന്നതാണ്. ഓക്കെ. അപ്പോൾ നീളം കിട്ടാനുള്ള വഴി കിട്ടി, മനസ്സിലായി അല്ലേ? ഇനി അതിൻ്റെ വീതി, നമ്മൾ എടുക്കുന്ന ക്ലോത്തിന് എത്രയാണ് വീതി കാണേണ്ടത് എന്നുള്ളതാണ്. നീളം ഏത് ഭാഗത്തു നിന്നാണ് എടുക്കണം എന്നുള്ളത് മനസ്സിലായി. ഇനി വീതി കാണേണ്ടത് നമ്മൾ ഇവിടുന്ന് എടുത്തൊരു റൗണ്ട് ഉണ്ടല്ലോ, ആം ഹോളിൻ്റെ റൗണ്ട് ഉണ്ടല്ലോ, ആ റൗണ്ടിൻ്റെ പകുതിയായിട്ടാണ് അതായത് മാർക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇത് ഫുള്ളായിട്ടൊരു ക്ലോത്ത് ഇങ്ങനെ ചതുരത്തിലോ നീളം കൂടിയിട്ടോ വീതി കൂടിയിട്ടോ എങ്ങനെ ആവട്ടെ, നമുക്ക് ഇതിൻ്റെ ഒരു നീളം വീതി എങ്ങനെയാണ് കണക്കാക്കുക എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കുന്നത്. അപ്പോൾ 2 സ്ലീവ് ഉണ്ട് നമുക്ക് അല്ലേ, ഒരു 2 കൈയുണ്ട്, 2 കൈക്കും കൂടിയിട്ടാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ നീളം ഇവിടുന്ന് ഏതെങ്കിലും ഒരു ഭാഗത്ത് ഒന്നെങ്കിൽ ഇവിടുന്ന് ഇങ്ങനെ നീളം നോക്കും, അല്ലെങ്കിൽ ഇവിടുന്ന് ഇങ്ങോട്ട് നീളം നോക്കും, എങ്ങനെ ആവട്ടെ നീളം ഇവിടുന്ന് ഇങ്ങോട്ട് നോക്കി കഴിഞ്ഞിട്ട് തയ്യൽ തുമ്പോട് കൂടിയിട്ട് എടുത്തു. അപ്പോൾ അതേപോലെ വീണ്ടും നീളം എടുക്കണമല്ലോ. അപ്പോൾ അങ്ങനെ 2 സ്ലീവായിട്ട് 2 കൈക്കും കൂടി നീളം 2 കിട്ടി ഇങ്ങനെ. ഇനി വീതി നോക്കുമ്പോൾ അപ്പോൾ പിന്നെ വീതി ഇവിടെ നിന്ന് ഇങ്ങോട്ട് ആയിരിക്കുമല്ലോ വീതി അല്ലേ, നീളം അങ്ങനെ 2 നമ്മൾ കൂട്ടിയപ്പോൾ പിന്നെ വീതി ഇങ്ങോട്ട് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ വീതി എടുക്കുമ്പോൾ നമ്മുടെ ആം ഹോളിൻ്റെ റൗണ്ട് എത്ര ഇഞ്ച് ഉണ്ട് എന്നുള്ളത് നോക്കാം. അതിൻ്റെ ഫുള്ളായിട്ട് ഫുള്ളായിട്ട് ഇങ്ങനെ വീതി എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ മടക്കി വെച്ചിട്ട് ആം ഹോളിൻ്റെ പകുതിയായിട്ട് മാർക്ക് ചെയ്യാം.
പിന്നെ നമുക്ക് ആവശ്യത്തിനായിട്ടുള്ള തയ്യൽ തുമ്പ്. ഓക്കെ, നമുക്ക് ആവശ്യത്തിനായിട്ടുള്ള തയ്യൽ തുമ്പ്. അപ്പോൾ മൊത്തത്തിൽ ഇപ്പോൾ ഇവിടെ എന്തായി 4 ആക്കിയിട്ടായിരുന്നു ക്ലോത്ത് മടക്കിയിട്ടുള്ളത്. ഇവിടെ 4 പീസായിട്ട് ക്ലോത്ത് മടക്കി വെച്ചു. നീളം ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് എത്ര ഇഞ്ച് വേണം എന്നുള്ളത് നോക്കി, പ്ലസ് തയ്യൽ തുമ്പ് കൂടുതൽ എടുത്തിട്ടുള്ള നീളം മാർക്ക് ചെയ്തു. ഇവിടെ വരെ നീളം വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ട് തയ്യൽ തുമ്പ് 1 ഇഞ്ചാണ് തയ്യൽ തുമ്പായിട്ട് എടുക്കുന്നത്. ആ 1 ഇഞ്ച് 3/4 ഇഞ്ച് ഇവിടെ മടക്കാനും 1/4 ഇഞ്ച് ജോയിൻ ആക്കാനും പറ്റും. അതാണ് സ്റ്റാൻഡേർഡ് അളവ്, തയ്യൽ തുമ്പിൻ്റെ സ്റ്റാൻഡേർഡ് അളവ്. ഇനി നിങ്ങളുടെ ക്ലോത്തിനനുസരിച്ചിട്ട് നിങ്ങളുടെ സ്റ്റിച്ചിനനുസരിച്ച് നിങ്ങൾക്ക് ഒരു 1.5 ഇഞ്ചോളം കൂട്ടിയെടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ നീളം പ്ലസ് തയ്യൽ തുമ്പും കൂടി ആഡ് ചെയ്ത് കൊടുത്ത്. അപ്പോൾ ഇവിടെ 2 ഭാഗത്തേക്കും തയ്യൽ തുമ്പ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഈ ഭാഗത്തും തയ്യൽ തുമ്പ് കിട്ടി, മടക്കുന്ന ഭാഗത്ത് ഇതാണ് കൈയിൻ്റെ അറ്റഭാഗം, ലാസ്റ്റ് താഴെ ഭാഗം. അത് നിങ്ങൾ ഇവിടെ ഇത്ര എടുക്കുകയാണെങ്കിലും ഫുൾ എടുക്കുകയാണെങ്കിലും അതിൻ്റെ താഴെ ഭാഗമാണ് ഇപ്പോൾ ഈ ഭാഗം ഞാൻ മാർക്ക് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഈ ഭാഗം സ്റ്റാർട്ടിങ്ങിൻ്റെ കൈയിൻ്റെ സ്റ്റാർട്ടിങ്ങിൻ്റെ ഭാഗമാണ് ഇപ്പോൾ സെൻറ്റർ. ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ ആം ഹോൾ മാർക്ക് ചെയ്യാനുള്ളതാണ്. ആം ഹോൾ മാർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ആം ഹോളിൻ്റെ റൗണ്ട് എത്ര ഇഞ്ച് എടുത്ത് എന്നുള്ളത് നമുക്കറിയാലോ. ഓരോരുത്തരുടെ ആം ഹോളിൻ്റെ റൗണ്ട് എത്ര ഇഞ്ച് ഉണ്ട് എന്നുള്ളത് എടുത്തിട്ടുണ്ട്. അതിൻ്റെ പകുതി എടുത്തിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് മാർക്ക് ചെയ്യാം, ഇവിടെ. എന്നിട്ട് ഇവിടുന്ന് നേരെ ഇങ്ങോട്ടേക്കൊരു മാർക്ക് ഉണ്ട്, നമുക്ക് ആം ഹോൾ വളച്ച് വരക്കാൻ വേണ്ടിയിട്ടുള്ള മാർക്ക്. നിങ്ങൾക്ക് ഇങ്ങനെ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് മാർക്ക് ചെയ്യണത് ഒരു ഡിസ്റ്റർബായിട്ട് തോന്നുന്നുണ്ട്, അല്ലെങ്കിൽ മനസ്സിലാവാത്ത വിധം തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ വേറൊരു വഴി. ആദ്യം തന്നെ ഇവിടുന്ന്, അതായത് ഈ ഫോൾഡ് ചെയ്ത ഭാഗമാണത്. ഞാൻ ആദ്യം പറഞ്ഞത് പോലെ എടുക്കുകയാണെങ്കിലും ഇപ്പം പറഞ്ഞത് പോലെ എടുക്കുകയാണെങ്കിലും ഈ പോയിന്റ് ഇവിടെ തന്നെ വരാം. ആദ്യം പറഞ്ഞത് എന്തായിരുന്നു? ആം ഹോളിൻ്റെ റൗണ്ടിൻ്റെ പകുതി, അതായത് 2/1 ഭാഗം ഇവിടെ മാർക്ക് ചെയ്യാമെന്നായിരുന്നു അല്ലേ? ഇവിടെ മാർക്ക് ചെയ്യുക എന്നായിരുന്നു ആദ്യം പറഞ്ഞത്. എന്നിട്ട് ആം ഹോളിൻ്റെ ആ ഒരു കർവ് വരക്കാനുള്ള മെയിൻ പോയിന്റാണ് ഇത്. എത്ര എടുത്തു എന്നുള്ളതല്ലടാ, ഞാൻ പറയാം. അതായത് ആ ഒരു പോയിന്റിൽ എത്ര എടുക്കണം, എത്ര എടുത്തു എന്നുള്ളതെല്ലാം മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. അവിടെ ഓരോ കക്ഷത്തിനനുസരിച്ച്, കക്ഷം എന്ന് വെച്ചാൽ നമ്മുടെ ഓരോരുത്തരുടെ വണ്ണത്തിനും വീതിക്കും അനുസരിച്ചിട്ട് ആ ഒരു റൗണ്ടിൽ വലിപ്പ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ നമ്മളിപ്പോൾ കുഞ്ഞു കുട്ടികൾക്ക് ഭൂരിഭാഗം ആളുകൾ 2 ഇഞ്ച് എടുക്കുന്നതുണ്ട്. 2 ഇഞ്ച് എടുത്തിട്ട് കുഴപ്പമൊന്നും വരാറുമില്ല, ചിലപ്പോൾ കുഴപ്പം വരാറുമുണ്ട്. ചിലതിൽ ഒരു 90% കുഴപ്പങ്ങളൊന്നും വരില്ല, ചിലപ്പോൾ കുഴപ്പങ്ങൾ വരും. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ആം ഹോളിലെ റൗണ്ടിൻ്റെ പോയിന്റ് കാണാത്തോണ്ടാണ്. മനസ്സിലായോ? പകുതി, അതായത് 2/1 ഭാഗം നേരെ ഇങ്ങോട്ടേക്ക് വരികയാണ്. ഇങ്ങനെ വന്നാലും ഇവിടുന്ന് ഇങ്ങോട്ട് വന്നിട്ട് ഇവിടുന്ന് ഇങ്ങനെ വന്നിട്ട് ഇവിടുന്ന് ഇങ്ങോട്ടേക്കുള്ള അളവും ഇവിടുന്ന് ഇങ്ങോട്ടേക്കുള്ള അളവും ഒന്നായിരിക്കണം. അതേപോലെ ഇവിടുന്ന് ഇങ്ങോട്ടേക്കുള്ള നീളവും ഇവിടുന്ന് ഇങ്ങോട്ടേക്കുള്ള നീളവും ഒന്നാണ്. അത് നിങ്ങൾ എങ്ങനെ എടുത്തു കഴിഞ്ഞാലും ഈ ഒരു പോയിന്റ് അവിടെ തന്നെ ആ കിട്ടുന്നത് ഓക്കെയാണ്. ക്ലിയർ ആയി. രണ്ടും ഒന്നിച്ച് പറഞ്ഞപ്പോഴേ കൺഫ്യൂഷൻ ആയി. ചില എങ്ങനെ ഇട്ടാലും രണ്ടും ഒന്ന് തന്നെയാണ്. മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ആം ഹോളിൻ്റെ നീളം ഇവിടേക്ക് വരുമ്പോഴും ഇതും കറക്റ്റ് ആയിരിക്കണം, ഇവിടുന്ന് ഇങ്ങോട്ടേക്കും കറക്റ്റ് ആയിരിക്കണം. അതേപോലെ ആം ഹോളിൻ്റെ വീതി ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് എടുത്തത് കറക്റ്റ്, അതേപോലെ തന്നെ ഇവിടെയും കറക്റ്റ് ആയിരിക്കും. രണ്ടും കറക്റ്റ് ആയിരിക്കണം. നീളവും വീതിയും കറക്റ്റായിട്ട് കിട്ടിക്കഴിഞ്ഞാലുള്ള ഈ പോയിന്റ്, ഇതാണ് മെയിൻ പോയിന്റ്. അപ്പോൾ ഇവിടെ ഇത്ര ഇഞ്ച് എടുത്താൽ മതി എന്നെനിക്ക് പറയാൻ പറ്റുമോ? നിങ്ങളുടെ ഓരോരുത്തരുടെയും കുട്ടികളുടെ ആം ഹോളിൻ്റെ വണ്ണത്തിനനുസരിച്ചിട്ടല്ല ഇപ്പോൾ ഈ പോയിന്റ് വരാം. അത് ഇത്ര ഇഞ്ച് എടുത്താൽ മതി. 2 വയസ്സായ കുട്ടിയാണെങ്കിൽ 2 ഇഞ്ച് എടുത്താൽ മതി, 4 വയസ്സായ കുട്ടിക്കും 2 ഇഞ്ച് എടുത്താൽ മതി എന്ന് എനിക്ക് പറയാൻ പറ്റില്ലല്ലോ. അവിടെ വ്യത്യാസം വന്നില്ലേ? അപ്പോൾ അത് നിങ്ങൾക്ക് തന്നെ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റൂലേ? എത്രയാണ് എൻ്റെ കുട്ടിക്ക്, അല്ലെങ്കിൽ ഞാൻ അളവ് എടുക്കാൻ വേണ്ടി പോകുന്ന കസ്റ്റമറിന് എത്രയാണ് ഈ ആം ഹോളിൻ്റെ പോയിന്റ് വരാന്നുള്ളത് നിങ്ങൾക്ക് തന്നെ പെട്ടെന്ന് ഈസി ആയിട്ട് കണ്ടെത്താൻ പറ്റിയില്ലേ? ഇനി നമുക്ക് ആം ഹോളിൻ്റെ ഷേപ്പ് വരച്ചു കൊടുക്കുക എന്നുള്ളതാണ്. എങ്ങനെയാണ് ഷേപ്പ് വരച്ചു കൊടുക്കുക? ഇവിടുന്ന് ഇതിലേക്ക് കർവ് ചെയ്തിട്ട് വരച്ചു കൊടുക്കുക എന്നുള്ളതാണ്. കർവ് ചെയ്യുന്ന ഒരുപാട് മെത്തേഡുകളുണ്ട്. നമുക്ക് ഇഷ്ടമുള്ളത് യൂസ് ചെയ്തിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക. കൈ കൊണ്ട് തന്നെ ഒരു ഭാഗം കുത്തി നിർത്തിയിട്ട് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് കർവ് ചെയ്തിട്ട് ഇങ്ങനെ വരച്ച് കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. ഇനി അതല്ല, ചിലർക്ക് ഒട്ടും അറിയാത്തവർ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇവിടുന്ന് ഒരു സ്കെയിൽ വെച്ചിട്ട് നീളത്തിൽ വരച്ചെടുക്കാം. ഒരു സ്കെയിൽ വെച്ചിട്ട് ആദ്യം നീളത്തിൽ വരച്ചു കൊടുക്കും, ഒരു വളവും തിരിവൊന്നുമില്ലാതെ നീളത്തിൽ വരച്ചെടുക്കാം. എന്നിട്ട് അതിൻ്റെ സെൻറ്റർ ഭാഗം കാണാം. അതിൻ്റെ സെൻറ്റർ ഭാഗം കണ്ടതിന് ശേഷം ഇവിടുന്ന് ഇങ്ങോട്ടേക്കൊരു 1/2 ഇഞ്ചിൽ ഇങ്ങോട്ടേക്ക് പോയിന്റ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ആദ്യം നമ്മൾ ഇവിടുന്ന് മാർക്ക് ചെയ്യുന്ന സമയത്ത് ആ പോയിന്റിലേക്ക് മാർക്ക് കൊണ്ടുവരാം. ആ പോയിന്റിൽ നിന്ന് നമ്മുടെ മെയിൻ പോയിന്റിലേക്ക് മാർക്ക് കൊണ്ടുവരാം. അതായത് ഈ ഒരു ഭാഗം കർവായിട്ട് വന്നാൽ മതി, നമ്മുടെ ആം ഹോളിൻ്റെ കർവായിട്ട് വന്നാൽ മതി, അത്രേ ഉള്ളൂ. അതിനുശേഷം സെൻട്രൽ ഭാഗം ചെയ്തിട്ട് പിന്നെ എന്താ പറഞ്ഞത്, 1 ഇഞ്ചോ 1/2 ഇഞ്ച്, അതായത് ആ ആം ഹോളിൻ്റെ ഷേപ്പ് വരാൻ വേണ്ടിയിട്ട്. ഓക്കെ, എന്നിട്ട് മാർക്ക് ചെയ്യുമ്പോൾ 1/2 ഇഞ്ചിലേക്ക് മുട്ടിക്കുക, അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് മുട്ടിക്കുക, ഷേപ്പ് വരാൻ വേണ്ടിയിട്ട്. ഓക്കെ,
അത് കഴിഞ്ഞു. ഇനി നമ്മുടെ എടുത്തിട്ടുള്ള ലെങ്ത്തിലേക്ക് വരാം. നമ്മൾ നീളം എടുത്തുണ്ടല്ലോ, ഈ നീളം എടുത്ത ഭാഗത്തെ റൗണ്ട് എത്ര ഇഞ്ച് ഉണ്ട് എന്നുള്ളത് നോക്കാം. ഇവിടുത്തെ നമ്മളൊരു സ്ലീവിൻ്റെ അറ്റഭാഗം, അതായത് നിങ്ങൾ ഇവിടെ നിന്നാണ് എടുത്തതെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ റൗണ്ട്, ഇവിടെയാണ് എടുത്തതെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ റൗണ്ട്. നിങ്ങൾ എത്രയാണോ സ്ലീവിന് നീളം എടുത്തത് അവിടുത്തെ റൗണ്ട്, നിങ്ങൾ ഫുള്ളാണ് എടുത്തതെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ റൗണ്ട്, 3/4 ആണ് എടുത്തതെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ റൗണ്ട്, ഹാഫ് ആണ് എടുത്തതെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ റൗണ്ട്, ഷോർട്ടാണ് എടുത്തതെന്നുണ്ടെങ്കിൽ അവിടുത്തെ റൗണ്ട്. അത് എത്ര ഇഞ്ച് ഉണ്ട് എന്നുള്ളത് നോക്കാം. എത്ര ഇഞ്ച് ഉണ്ട് എന്നുള്ളത് നോക്കിയതിന് ശേഷം അതിൽ കൂടെ ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടുന്ന് ഇപ്പോൾ ഫുള്ളാണ് നിങ്ങളെടുത്തതെന്ന് കരുതാം. നിങ്ങൾ ഓരോരുത്തരും എത്ര ഇഞ്ച് എടുക്കും എന്നുള്ള എനിക്ക് അറിയില്ലല്ലോ, അപ്പോൾ ഞാൻ ഫുള്ളായിട്ട് പറയാം. ഫുൾ സ്ലീവാണ് നിങ്ങൾ ഉദ്ദേശിച്ചതെങ്കിൽ ആ ഫുൾ സ്ലീവിൻ്റെ അവിടുത്തെ അറ്റഭാഗത്തെ റൗണ്ട് ഒരു 6 ഇഞ്ചാണെന്ന് കരുതാം. ഒരു 6 ഇഞ്ചാണ് നിങ്ങൾക്ക് ഇവിടുത്തെ റൗണ്ട് കിട്ടിയത്. കുട്ടികളുടെ റൗണ്ടിനൊക്കെ ഇപ്പോൾ 6 ഇഞ്ചൊന്നും കിട്ടില്ല, ചിലപ്പോൾ 4 ഇഞ്ചൊക്കെ ആയിരിക്കും കിട്ടുക അല്ലേ. ഒരു ഉദാഹരണമായിട്ട് ഞാൻ പറയുന്നത്, ഒരു 6 ഇഞ്ചാണ് നിങ്ങൾക്ക് ഇവിടുത്തെ റൗണ്ട് കിട്ടിയത് എന്ന് കരുതാം. അപ്പോൾ ആ 6ൽ കൂടി 2 ഇഞ്ച് ലൂസിന് വേണ്ടി ഇട്ട് കൊടുക്കാം. ലൂസിന് വേണ്ടിയിട്ട് അറ്റഭാഗത്തുനിന്ന് 6 ഇഞ്ചിൽ കൂടെ റൗണ്ടിൻ്റെ 6 ഇഞ്ചിൻ്റെ റൗണ്ടിൻ്റെ കൂടെ 2 ഇഞ്ച് ലൂസിന് വേണ്ടി ഇട്ട് കൊടുക്കാം. അപ്പോൾ എത്ര ഇഞ്ച് കിട്ടി? 8 ഇഞ്ച് കിട്ടി അല്ലേ. ആ 8ൻ്റെ പകുതി, നമ്മളിവിടെ പകുതിയല്ലേ മാർക്ക് ചെയ്യുന്നത്, അപ്പോൾ ആ 8ൻ്റെ പകുതി ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം. നമ്മുടെ സ്ലീവിൻ്റെ റൗണ്ട്, സ്ലീവ് റൗണ്ട് പ്ലസ് 2 ഇഞ്ച് by 2. ഇനിയിപ്പോൾ ഇവിടുത്തെ ഞാൻ എൻ്റെത് പറയാം. എൻ്റെതാകുമ്പോൾ ഇപ്പോൾ ഇവിടത്തേക്ക് ഏകദേശം ഇപ്പോൾ എനിക്കൊരു 13 ഇഞ്ചോളം വണ്ണം കിട്ടും. ആ 13ൽ കൂടി 2 ഇഞ്ച് കൂടി കൂട്ടിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ഷോർട്ട് സ്ലീവ് ആട്ടോ ഞാൻ പറയുന്നത്. ഇവിടുത്തെ ഒരു വണ്ണം 13 ഇഞ്ചാണെന്ന് കരുതാം. ഇവിടുത്തേതല്ല, ആം ഹോളിൻ്റെതല്ല, ഷോർട്ട്. അപ്പോൾ ഒരു 13 ഇഞ്ചാണ് ഇലാസ്റ്റിക് ഇടുമ്പോൾ എത്ര എടുക്കണം മിസ്സേ? ഇലാസ്റ്റിക് അത് ഫാൻസി മോഡലല്ല, അത് മോഡൽ സ്ലീവിലേക്ക് പോകുന്നതല്ല. നമുക്കിപ്പോൾ നോർമലായിട്ടുള്ളത് പഠിക്കണം, അതിന് ശേഷം ബാക്കിയുള്ളത് എടുത്താൽ മതി. ഓക്കെ, അപ്പോൾ നമ്മുടെ റൗണ്ട് എത്ര? ഇപ്പോൾ 13 ഇഞ്ചാണ് റൗണ്ട് എങ്കിൽ ആ 13ൽ കൂടി 2 ഇഞ്ച് ആഡ് ചെയ്താൽ 15 കിട്ടും. ആ 2 ഇഞ്ച് ഞാൻ ആഡ് ചെയ്യുന്നത് ലൂസിന് വേണ്ടിയിട്ടുള്ളതാണ്. ആ 2 ഇഞ്ച് ലൂസിന് വേണ്ടി ആഡ് ചെയ്തപ്പോൾ 15 ഇഞ്ച് കിട്ടി. ആ 15ൻ്റെ പകുതി 7 ഇഞ്ചായിരിക്കും പിന്നെ ഞാനിവിടെ മാർക്ക് ചെയ്യേണ്ടത്. ഇവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഹാഫാണ്, അല്ല ഷോർട്ടാണെങ്കിൽ 3/4 ആണെന്നുണ്ടെങ്കിൽ ഇവിടുത്തത്, ഹാഫ് ആണെങ്കിൽ ഇവിടുത്തെ റൗണ്ട്, ആ റൗണ്ടിൽ കൂടി 2 ഇഞ്ച് കൂട്ടി. യെസ്, അങ്ങനെ തന്നെ. അതിൽ കൂടി ഒരു കാര്യം കൂടി ആഡ് ചെയ്യാനുണ്ടായിരുന്നു, തയ്യൽ തുമ്പ് കൂടി ആഡ് ചെയ്യാനുണ്ടായിരുന്നു. ഞാൻ പറയാം, സംഭവം അങ്ങനെ തന്നെ. അപ്പൊ കക്ഷത്തിന്റെ അവിടെയും 2 ഇഞ്ച് കൂട്ടിയിട്ട് അതിന്റെ പകുതിയെല്ലാം എടുക്കല്? അല്ല, എങ്ങനെ എടുക്കല്? കറക്റ്റ് അളവിന് തന്നെ എടുക്കല്? നമ്മളിപ്പോൾ കക്ഷത്തിന്റെ അവിടെ കറക്റ്റ് അളവല്ല എടുത്തിട്ടുള്ളത്, അതായത് ആം ഹോളിന്റെ റൗണ്ടിന്റെ നേരെ പകുതിയല്ല ഇങ്ങോട്ട് എടുത്തിട്ടുള്ളത്. എന്താ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് കറക്റ്റ് പോയിന്റ് ആം ഹോളിന്റെ നേരെ പകുതിയല്ല എടുത്തിട്ടുള്ളത്. എത്ര ഇഞ്ചാണോ നമുക്ക് ആം ഹോൾ കിട്ടിയത് അതിന്റെ പകുതിയല്ല എടുത്തിട്ടുള്ളത്. അവിടെ നമ്മൾ ലൂസിന് വേണ്ടിയിട്ട് ഒന്നും ചെയ്തിട്ടില്ലല്ലോ, കറക്റ്റ് ആം ഹോളിന്റെ പകുതി ആയിട്ടാണ് മാർക്ക് ചെയ്തിട്ടുള്ളത്. മറിച്ച് താഴത്തെ ഭാഗത്ത് എത്ര ഇഞ്ചാണോ നമുക്ക് വേണ്ടത് അതിൽ കൂടി 2 ഇഞ്ച് കൂടുതൽ എടുക്കുന്നുണ്ട്. 2 ഇഞ്ച് കൂടുതൽ എടുക്കുന്നുണ്ട് ലൂസിന് വേണ്ടിയിട്ട്. 2 ഇഞ്ച് കൂടുതൽ എടുത്തിട്ട് അതിന്റെ പകുതിയാണ് മാർക്ക് ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പൊ ഇവിടെ നമുക്ക് ചെറിയൊരു ലൂസ്, അതായത് ഈ ഒരു ഭാഗത്ത് ഇപ്പൊ ഇവിടുത്തെ കണ്ടില്ല, ഈ ഒരു ഭാഗത്ത് ഇവിടെ ഒരു ലൂസ് ഉണ്ടാവും, ചെറിയൊരു ലൂസ് ഉണ്ട്, നമുക്ക് ഇങ്ങോട്ട് ഇടാൻ വേണ്ടിയുള്ള ഒരു ലൂസ് ഉണ്ടാവും. അപ്പൊ നിങ്ങളുടെ ഒരു ഡൗട്ടാണ്, അപ്പൊ ഈ ആം ഹോളിന്റെ ഭാഗത്ത് എങ്ങനെ ലൂസ് കിട്ടണ്ടേ? നമുക്ക് കറക്റ്റ് അളവിലല്ലേ ഇവിടെ ആം ഹോളിന്റെ അവിടെ പോയിന്റ് ഇട്ടിട്ടുള്ളത്. പകുതി എത്ര ഇഞ്ചാണോ നമ്മുടെ ശരീരത്തിൽ നിന്ന് എടുത്തിട്ടുള്ള അളവ് എത്രയാണോ അതന്നെ കറക്റ്റ് ആയിട്ടല്ലേ നമ്മൾ ഇവിടുന്ന് പകുതി എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ലൂസ് വേണ്ടേ എന്നുള്ളൊരു ചിന്ത ഉണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് എവിടെ കർവ് വരുന്നില്ല. കറക്റ്റ് അളവിൽ നമ്മൾ മാർക്ക് ചെയ്തിട്ട് നമ്മുടെ ഈ കർവ് പോയിന്റും, അതായത് ആം ഹോളിന്റെ കർവ് പോയിന്റും നമുക്ക് ഇവിടെ കിട്ടിയ ഈ പോയിന്റും തമ്മിൽ നേരെ ലൈൻ വരച്ചു കൊടുക്കണം. മനസ്സിലായോ? ഇവിടെ എന്തില്ല, ഒരു വളവോ ചെരിവോ ഒന്നും വന്നിട്ടില്ല. കറക്റ്റ് ആ ഒരു റൗണ്ടായിട്ട് തന്നെ നിൽക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ 2 ഇഞ്ച് ലൂസ് കൂട്ടി കൊടുത്തിട്ടുള്ളത്. ഈ ഒരു സൈഡിൽ 1 ഇഞ്ച്, ഈ ഒരു സൈഡിൽ 1 ഇഞ്ച് ആയിട്ട് 2 ഇഞ്ച് ലൂസ് ഇവിടെ കൂട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇവിടുത്തെ ലൂസ് എവിടെ കിട്ടും നമുക്ക്? ഇവിടുത്തെ ലൂസ് എവിടെ കിട്ടും? നിങ്ങളൊന്ന് മാർക്ക് ചെയ്ത് നോക്കാം. നിങ്ങളുടെ ഒരു അളവ് എടുത്തിട്ട് മാർക്ക് ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് ഇവിടുന്ന് ഇങ്ങോട്ട് കിട്ടിയ അളവ്, അതെ, നിങ്ങൾക്ക് ഇവിടുന്ന് ഇങ്ങനെ നേരെ കിട്ടിയിട്ടുള്ള ഈ അളവ് തന്നെയാണോ നിങ്ങളിങ്ങനെ കർവ് ചെയ്തിട്ട് വളച്ച് മാർക്ക് ചെയ്തപ്പോൾ കിട്ടിയത് എന്നുള്ളതൊന്ന് നോക്കി നോക്കാം. ആരെങ്കിലും നോക്കുന്നുണ്ടോ? ഒരാൾ വെട്ടി കാണിച്ചു തന്നില്ലേ, ആ വെട്ടി കാണിച്ചത് തന്നെ ജസ്റ്റ് ഒന്ന് ഇവിടെ നിന്ന് ഇങ്ങോട്ട് അളവെടുത്തിട്ടും അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വളഞ്ഞിട്ട് പിടിച്ചതും തമ്മിൽ നോക്കി നോക്കാം. ഇതിനേക്കാൾ ലൂസായിരിക്കും ഇവിടെ നിന്ന് കിട്ടിയിട്ടുള്ളത്. ആ ലൂസ് മതി, അവിടെ കക്ഷത്തേക്കുള്ള ലൂസ് അത് മതി, അത് കറക്റ്റായിട്ട് നമുക്ക് അവിടെ കിട്ടും.
നമ്മളവിടെ കൂടുതൽ എന്ത് ചെയ്യണ്ട, ലൂസിന് വേണ്ടിയിട്ട് അവിടെ ഇട്ട് കൊടുക്കേണ്ട. ഓൾറെഡി നമുക്ക് ആ കർവ് വരുമ്പോൾ തന്നെ ലൂസ് കൊടുക്കലായിരിക്കും വരിക. കാരണം നമ്മുടെ വളച്ചിട്ടാണ് നമ്മളോട് കട്ട് ചെയ്യുന്നത്, അല്ലാതെ സ്ട്രൈറ്റ് അല്ലല്ലോ കട്ട് ചെയ്യുന്നത്. സ്ട്രൈറ്റ് കട്ട് ചെയ്തിട്ട് അവിടെ വെക്കുന്നില്ലല്ലോ. ഇപ്പോൾ കഫ്താൻ ഡ്രസ്സിലൊക്കെ കണ്ടില്ല, കഫ്താനൊക്കെ അവിടെ സ്ലീവ് ഇല്ല, പക്ഷേ ആം ഹോൾ കൂടുതലായിട്ട് എടുക്കും, ലൂസിന് വേണ്ടിയിട്ട് ലൂസ് കൂടുതലാക്കിയിട്ട് എടുക്കും. അതുപോലെ തന്നെ ചില പർദ്ദ പോലുള്ള ഡ്രസ്സുകൾക്കും അതേപോലെ ആം ഹോൾ കട്ട് ചെയ്യാതെ, അതായത് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്യാതെ വരുന്ന ഡ്രസ്സുകളുണ്ട് സ്ലീവിൻ്റെ ഭാഗത്ത്. അവിടെ അതിനനുസരിച്ച് ലൂസ് കൂടുതലെടുക്കും. കാരണം എന്താ, അവിടെ കർവില്ല. അവിടെ കർവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ റൗണ്ട് ഷേപ്പ് വരുന്നില്ല. അപ്പോൾ റൗണ്ട് ഷേപ്പ് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് ആവശ്യമായിട്ടുള്ള നമ്മുടെ അളവിനനുസരിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു അളവ് കറക്റ്റായിട്ട് എടുത്തത് എങ്കിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള ആ ഒരു വീതി അല്ലെങ്കിൽ വണ്ണം നമുക്കിവിടെ കിട്ടും. റൗണ്ട് മാർക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ കിട്ടും. രണ്ടിലും മാറ്റം ഉണ്ടാവും. മറിച്ച് ഇവിടെ നമുക്കൊരു കർവോ കാര്യങ്ങളോ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ എന്തായാലും എന്ത് ചെയ്യണം, ലൂസ് നമ്മൾ കൂടുതൽ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഈ ഒരു രീതിയിലാണ് സ്ലീവിൻ്റെ ഷേപ്പ് വരിക. പ്ലസ് തയ്യൽ തുമ്പ് ഇതിന് വേണം. തയ്യൽ തുമ്പ് നമ്മൾ നീളത്തിൽ തയ്യൽ തുമ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഏത് ഭാഗത്ത് തയ്യൽ തുമ്പ് ഇട്ടത്? ഇവിടെ നമ്മളിത് ഈ കൊടുക്കുന്ന തയ്യൽ തുമ്പ് ഇവിടെ മടക്കി തയ്ക്കാനും ഇവിടെ നിന്ന് ഒരു 4 ഇഞ്ച് പോകാനും കൂടിയിട്ടുള്ള തയ്യൽ തുമ്പ് നമ്മൾ ഓൾറെഡി എടുത്തിട്ടുണ്ട്. വീതിയുടെ ഭാഗത്ത് നമ്മൾ തയ്യൽ തുമ്പ് എടുത്തിട്ടുണ്ടോ? ഇല്ല. ഇവിടെ വീതി നമ്മൾ കറക്റ്റായിട്ട് മാർക്ക്, സ്റ്റിച്ചിങ് മാർക്കാണത്. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് സ്റ്റിച്ചിങ് മാർക്കാണ് അല്ലേ. തയ്യൽ തുമ്പ് ഇവിടെയാണ് എടുക്കേണ്ടത്. അത് എത്ര എടുക്കേണ്ടത്? ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കും. കണ്ടില്ലേ? ഇങ്ങനെയാണ് തയ്യൽ തുമ്പ് കൊണ്ടുവരേണ്ടത്. ഹലോ ഹലോ, ആടാ പറയടാ. നെക്ക് ഡിസൈൻ ക്ലാസ് ഞാൻ ലെഫ്റ്റ് ആയി പോയിട്ടുണ്ട്. അത് ആടെ അല്ല, ഇന്നലെ ഒന്നും ക്ലാസ് കഴിഞ്ഞിട്ട് എന്നിട്ട് കമ്മ്യൂണിറ്റിയിൽ ആഡ് ആയിട്ടില്ല. ഞാൻ മെസ്സേജ് അയച്ചായിരുന്നു, മെസ്സേജ് കണ്ടിട്ടില്ല. ഓക്കെ നോക്കാം. ഞാനിപ്പോൾ നമ്മുടെ ആ ഫ്രോക്കിന്റെ ക്ലാസ്സിൽ ഒന്ന് കഴിഞ്ഞിട്ട് ഞാൻ നോക്കാം കേട്ടാ. ഒന്ന് നോക്കണം. ഇന്നലെ ഒന്നും കയറാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ അതിൽ ടെലഗ്രാമിൽ വന്നിട്ടില്ലല്ലോ. പിന്നെ ടെലഗ്രാമിൽ ആഡ് ഉണ്ട്. മറ്റേ അങ്ങനെ ലെഫ്റ്റ് ആയി പോയതാണ് ഞാൻ. പിന്നെ ആദ്യത്തെ കാണുന്നില്ല, പോയിട്ടുണ്ട്. അതെ ശരി, ഓക്കെ. ഇപ്പൊ കേൾക്കണ്ടാ? ക്ലിയർ ആണോ? തയ്യൽ തുമ്പ് മാർക്ക് ചെയ്തത് എത്ര എടുത്തത് മിസ്സേ അവിടുന്ന്? ഓക്കെ. തയ്യൽ തുമ്പ് മാർക്ക് ചെയ്യുമ്പോൾ എത്ര ഇഞ്ചാണ് എടുക്കേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ബോഡി കട്ട് ചെയ്യുമ്പോൾ നമ്മൾ നെഞ്ചിൻ്റെ വണ്ണം മാർക്ക് ചെയ്തിട്ട് പ്ലസ് തയ്യൽ തുമ്പ് എടുത്തിട്ടുണ്ടല്ലോ, അത് എത്ര ഇഞ്ചാണ് എന്നുള്ളത് കണക്കാക്കുക. നമ്മൾ നെഞ്ചിൻ്റെ വണ്ണം മാർക്ക് ചെയ്തു, വേസ്റ്റിൻ്റെ ഇവിടുത്തെ വണ്ണവും മാർക്ക് ചെയ്തു, ലൂസോട് കൂടിയിട്ടുള്ള വണ്ണം മാർക്ക് ചെയ്തു. അതിനുശേഷം അവിടെ ഒരു തയ്യൽ തുമ്പ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. ചിലരവിടെ 1/2 ഇഞ്ച് എടുക്കും, ചിലർ 1 ഇഞ്ച് എടുക്കും, ചിലർ 1.5 ഇഞ്ച് എടുക്കും. ബോഡിയമേൽ എടുത്ത തയ്യൽ തുമ്പ്, ആ ബോഡിയമേലാണ് ഈ സ്ലീവ് പോയിട്ട് ജോയിൻ ചെയ്യണത്. ആ കക്ഷത്തെ ഭാഗം കണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ള തയ്യൽ തുമ്പ് ബോഡിയമേൽ ആണ്. അതായത് ഈ സ്ലീവിൻ്റെ ബോഡിയമേലാണല്ലോ ജോയിൻ ആക്കുന്നത്. നമ്മളിവിടെ സ്ലീവ് ഇവിടെ ബോഡിയമേലാണല്ലോ ജോയിൻ ആക്കുന്നത്. അപ്പോൾ ഈ കക്ഷത്തിൻ്റെ അവിടെ നിന്ന് അങ്ങനെയുണ്ട് സ്റ്റിച്ച് ചെയ്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ നെഞ്ചിൻ്റെ വണ്ണം മാർക്ക് ചെയ്ത് കഴിഞ്ഞാലുള്ളൊരു തയ്യൽ തുമ്പ് നമ്മൾ ബോഡിയമേലിടും. ആ ബോഡിയമേൽ എത്ര ഇഞ്ചാണോ നിങ്ങൾ തയ്യൽ തുമ്പ് എടുത്തിട്ടുള്ളത്, ആ തയ്യൽ തുമ്പാണ് ഇവിടെ മാർക്ക് ചെയ്യേണ്ടത്, ഇവിടെ എടുക്കേണ്ടത്. അല്ലാതെ ഇപ്പോൾ സ്ലീവ് കറക്റ്റായിട്ട് നമ്മൾ മാർക്ക് ചെയ്ത് തന്നെ കറക്റ്റായിട്ട് തയ്ച്ച് വന്നതിന് ശേഷം നിങ്ങൾ ബോഡിമേൽ എടുത്ത തയ്യൽ തുമ്പ് ഒരു 1/2 ഇഞ്ചാണെന്ന് കരുതാം. നിങ്ങൾ ഇവിടെ 1 ഇഞ്ച് എടുത്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എന്തായി, 2 ഭാഗത്തും തയ്യൽ തുമ്പ്, സ്ലീവിന് തയ്യൽ തുമ്പ് കൂടുതലായിട്ട് വരും, ക്ലോത്ത് കൂടുതലായിട്ട് വരും, സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ ഒരു ഭാഗം കൂടുതലായിട്ട് വരും. അപ്പോൾ തയ്യൽ തുമ്പ് നിങ്ങൾ ബോഡിമേൽ എടുത്ത സെയിം തയ്യൽ തുമ്പ് തന്നെ ഇവിടെ എടുക്കണം, ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് കൊടുക്കണം. എങ്കിലേ രണ്ടും കറക്റ്റായിട്ട് തയ്ച്ച് വരുമ്പോൾ കറക്റ്റായിട്ട് 2 ഭാഗത്തിൽ നിൽക്കുള്ളൂ. സ്ലീവും നമ്മുടെ ബോഡി ആം ഹോളിൻ്റെ ഒരു ഭാഗവും കറക്റ്റായിട്ട് നിൽക്കുള്ളൂ. ക്ലിയർ ആണോ? ക്ലിയറായി. മിസ് ചെയ്ത് ചെറിയ കുട്ടിക്ക് മാത്രമേ ഇങ്ങനെ കൈയെടുക്കൂ, ഒരു 14 വയസ്സുള്ള കുട്ടിക്കും ഇതേ പാറ്റേൺ ഇത് തന്നെയാണ്, മാറ്റമില്ല. ഇതിൽ മോഡൽസ് മാറുന്നതിനനുസരിച്ചിട്ടാണ് ഇതിലെ മാറ്റങ്ങൾ ഉണ്ടാവുള്ളൂ. നോർമലായിട്ട് ഇങ്ങനെ ചെയ്താൽ മതി. ഇപ്പോൾ ഒരാൾ ചോദിച്ചില്ല എലാസ്റ്റിക് വെക്കുമ്പോൾ എങ്ങനെയാണ് എന്ന് ചോദിച്ചില്ല. ഒരുപാട് മാറ്റമുണ്ട്, പഫ്സ്ലീവിലൊക്കെ ഒരുപാട് മാറ്റമുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് ഒന്നും കൂടി എഴുതി വെക്കാൻ ശ്രമിക്കുക. എങ്ങനെയാണ് സ്ലീവിൻ്റെ സെക്ഷനായിട്ട് തന്നെ എഴുതി വെക്കുക. സ്ലീവിൻ്റെ സെക്ഷനിൽ മെഷർമെൻറ്റ് ആദ്യം എഴുതി വെക്കുക. മെഷർമെൻറ്റുകൾ ആദ്യം എടുക്കണം. നിങ്ങൾ ഏതെങ്കിലും ഒരു മെഷർമെൻറ്റ്, ആരതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഒരു മെഷർമെൻറ്റ് എടുക്കുക. ആ മെഷർമെൻറ്റ് ഫസ്റ്റ് പറഞ്ഞില്ലേ ഒരു അബായന്റെ ഒരു പാറ്റേൺ ഉണ്ട്, അത് നമുക്ക് അയച്ചു തരുമോ? ഇല്ലടാ, അത് അബായ ക്ലാസ്സിലുള്ളവർ ഉള്ളതാണ്, നമ്മളതല്ല. ടെലഗ്രാമിൽ ഇടൂലേ? ഞാൻ ഇപ്പൊ ജോയിൻ ആയിട്ടുള്ളൂ. ഇടും. ശ്രദ്ധിക്കാം, നമ്മുടെ നീളം ആദ്യം നിങ്ങൾ സ്ലീവ് എന്ന് എഴുതി വെച്ച് ഹെഡിങ് എഴുതി വെച്ചതിന് ശേഷം അതിൻ്റെ താഴെ നിങ്ങളുടെ ഏതെങ്കിലും ഒരു അളവുകൾ എഴുതി വെക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു അളവ്, സ്ലീവിൻ്റെ അളവ്, ആ അളവുകളിൽ വരേണ്ട അളവുകൾ, സ്ലീവിൻ്റെ ലെങ്ത്ത്, സ്ലീവ് ആം ഹോളിൻ്റെ റൗണ്ട്,
അതേപോലെ സ്ലീവിൻ്റെ റൗണ്ട്, സ്ലീവിൻ്റെ താഴത്തെ റൗണ്ട്, ഈ 3 അളവ് മാത്രമേ നമുക്ക് കിട്ടിയാൽ മതി സ്ലീവിന്. ബാക്കിയുള്ള അളവുകളൊന്നും വേണമെന്നില്ല. അതിനുശേഷം പിന്നെ അതിൻ്റെ താഴേക്ക് എഴുതി വെക്കുക നീളം പ്ലസ് എത്ര ഇഞ്ചാണോ നിങ്ങൾ എഴുതിയെടുത്ത നീളം എത്ര ഇഞ്ചാണോ പ്ലസ് തയ്യൽ തുമ്പ് 1 ഇഞ്ച് എന്നുള്ള രീതിയിൽ കൂട്ടി എഴുതാം. എന്നിട്ട് സമം കറക്റ്റായ ഇപ്പോൾ ഒരു 22 ഇഞ്ചാണ് നിങ്ങൾ നീളം കണക്കാക്കിയത് എന്നുണ്ടെങ്കിൽ 22 പ്ലസ് 1 ഇഞ്ച് തയ്യൽ തുമ്പ് സമം 23 ആയി അല്ലേ? അപ്പോൾ 23 മാർക്ക് ചെയ്യേണ്ടത്. അതിനുശേഷം വീതി മാർക്ക് ചെയ്യുമ്പോൾ ഞാൻ കുഴിച്ച് വെട്ടുന്നത് ഇപ്പൊ ഇതിൽ പറഞ്ഞിട്ടില്ല. കുഴിച്ച് വെട്ടുന്നത് ഇതിൽ പറഞ്ഞിട്ടില്ല. ഫ്രോക്കിനായിട്ടുള്ള അത് മനസ്സിലാവാത്തവർക്ക്, അതായത് കറക്റ്റ് വളച്ച് മാർക്ക് ചെയ്യാൻ അറിയാത്തവർ സ്ട്രൈറ്റ് ആയിട്ടൊരു ലൈൻ വരച്ചു കൊടുക്കുക. സ്കെയിൽ വെച്ചിട്ട് സ്ട്രൈറ്റ് ഒരു ലൈൻ വരച്ചു കൊടുക്കുക. എന്നിട്ട് അതിന്റെ സെന്റർ ഭാഗത്ത് കുഴിച്ച് വെട്ടുന്നതല്ല, സെന്റർ ഭാഗത്ത് വേണ്ട ഫ്രോക്കിന് കുഴിച്ച് വെട്ടണ്ട, നോർമൽ സ്ലീവിന് കുഴിച്ച് വെട്ടണ്ട. ഓക്കെ, ക്ലിയർ ഉണ്ടാവും. അതുകൊണ്ടൊന്നും കുഴപ്പമില്ല. കാരണം നമ്മൾ ബോഡിമിലൊന്നും ചെയ്യുന്നില്ല, അതുകൊണ്ട് ഈ സ്ലീവിലൊന്നും ചെയ്യണ്ട. ഓക്കെ, ഇനി ഞാൻ പറഞ്ഞ എവിടെ നിന്നാണ് ലെങ്ത് പ്ലസ് തയ്യൽ തുമ്പ് 1 ഇഞ്ചാണ് ഇടേണ്ടത്. ആ 1 ഇഞ്ച് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ലെങ്ത്തിന് കിട്ടിയ സംഖ്യയും പ്ലസ് 1 ഇഞ്ചും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ എത്ര ഇഞ്ചാണോ കിട്ടുക അത് എഴുതി വെക്കാം. പിന്നെ തൊട്ട് താഴെ എഴുതേണ്ടത് വീതിയാണ്. അതായത് ആം ഹോൾ റൗണ്ടിന്റെ പകുതി മാർക്ക് ചെയ്യാം. വീതിയുടെ ഭാഗത്ത് ആം ഹോൾ റൗണ്ടിന്റെ പകുതി മാർക്ക് ചെയ്യാം. പിന്നെ കർവ്, അതായത് പിന്നെ പിന്നെ അവിടെ തൊട്ട് താഴെ ബ്രേക്കറ്റ് ഇട്ടിട്ട് എഴുതി വെക്കുക എന്തെന്ന് നീളം കിട്ടിയതും വീതി കിട്ടിയ പോയിന്റ് ഉണ്ടല്ലോ അവിടെ സമം മേലേക്കും അതേപോലെ തന്നെ ആയിരിക്കണം. ഇവിടെ നിന്ന് നിങ്ങൾക്ക് എത്ര ഇഞ്ചാണോ വീതി കിട്ടിയത് അതേ വീതി തന്നെ ആയിരിക്കണം ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കും. അതേപോലെ ഇവിടെ നിന്ന് എത്ര ഇഞ്ചാണോ നീളം കിട്ടിയത് അതേ നീളം തന്നെ ആയിരിക്കണം ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കും. ഈ പോയിന്റ് കറക്റ്റായിട്ട് കിട്ടണമെങ്കിൽ അവിടുന്ന് ആമോളുടെ പകുതി നേരെ താഴേക്ക് കൊടുത്തു. ഈ പോയിന്റ് കറക്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിട്ട് ഈ പോയിന്റ്. അതിനുശേഷം ഈ പോയിന്റിലേക്ക് സ്ലീവിന്റെ ഷേപ്പ് മാർക്ക് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്, വരച്ച് കൊടുക്കുക എന്നുള്ളതാണ്. അത് കൈവഴക്കമുള്ളവർക്ക് കറക്റ്റ് ആയിട്ട് ചുഴിച്ചിട്ട് വരക്കാൻ പറ്റും. കൈവഴക്കമില്ലാത്തവർ നേരെ സ്ട്രൈറ്റ് ആയിട്ട് ഒരു ലൈൻ വരക്കാം. അതിന്റെ സെന്റർ ഭാഗത്ത് നിന്ന് 1/2 ഇഞ്ച് ബേക്കിലേക്ക് പോയിന്റ് ഇട്ടിട്ട് ആ പോയിന്റിലേക്ക് ആദ്യം ടച്ച് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ മെയിൻ പോയിന്റിലേക്കും ടച്ച് ചെയ്ത് കൊടുക്കുക. ആ ഒരു അതായത് സ്ലീവിൻ്റെ കറക്റ്റ് റൗണ്ട് ഷേപ്പ് കിട്ടാൻ, സ്ലീവ് റൗണ്ടിൻ്റെ ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട്. പ്ലസ് താഴേക്ക് തയ്യൽ തുമ്പ്, മെയിൻ പോയിന്റിൻ്റെ താഴേക്ക് തയ്യൽ തുമ്പ് ഇട്ട് കൊടുക്കുക. ഓക്കെ, ഇതോടെ ഇവിടുത്തെ പരിപാടി കഴിഞ്ഞു. ഇനിയുള്ളത് സ്ലീവിൻ്റെ അറ്റഭാഗത്തതാണ്. നമ്മൾ ഹാഫാണോ ഷോർട്ടാണോ 3/4 ആണോ ഫുള്ളാണോ എടുക്കണമെന്ന് അറിയില്ല. ആ അറ്റഭാഗത്തെ റൗണ്ട് എത്ര ഇഞ്ചാണോ ഉള്ളത് അതിൽ കൂടി 2 ഇഞ്ച് കൂടുതൽ ഇട്ട് കൊടുക്കുക. സ്ലീവ് റൗണ്ട് പ്ലസ് 2 ഇഞ്ച് ഇട്ട് കൊടുക്കുക. അതിൻ്റെ പകുതി കാണുക ഈ പോയിന്റിൽ. അതിനുശേഷം കർവ് പോയിന്റിൽ നിന്നും നമ്മുടെ സ്ലീവ് റൗണ്ടിൻ്റെ പോയിന്റിലേക്ക് ലൈൻ വരച്ചു കൊടുക്കുക. കറക്റ്റ് ലൈൻ വരച്ചു കൊടുക്കുക. സ്ലീവ് റൗണ്ടിൻ്റെ താഴേക്ക് തയ്യൽ തുമ്പ് ഇട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതും കൂടി ലൈൻ വരച്ചു കൊടുക്കുക. താഴേക്ക് കട്ടിങ് മാർക്കാണിത്. നമ്മൾ ആദ്യം മാർക്ക് ചെയ്തത് സ്റ്റിച്ചിങ് മാർക്ക്, ഇപ്പം മാർക്ക് ചെയ്യണത് കട്ടിങ് മാർക്ക്. ആ മാർക്കിനെ നേരെ ഇങ്ങോട്ട് കൊണ്ടുവരാം, എന്നിട്ട് കട്ട് ചെയ്യാം. അപ്പൊ മിസ്സേ അവിടെ ആ തയ്യൽ തുമ്പ് അങ്ങനെ കൊടുക്കുമ്പോ അവിടെ വേറൊരു ഷേപ്പ് ആയിട്ട് വരൂല, ഒരു സ്ട്രെയിറ്റ് ആയിട്ട് ലൈൻ ഇതല്ല ഇവിടെ വരിക. അതെന്താ താഴെ ഇവിടെ ആ ബോളിന്റെ അവിടെ അല്ല മറ്റേ ഭാഗത്ത് ഈ കൈക്കുഴി ഇവിടെ വരുന്ന അവിടെ ഇവിടെ അപ്പൊ അവിടെ ഇങ്ങനെ അപ്പൊ ആദ്യം ഇങ്ങനെ കർവായിട്ട് വന്നിട്ട് പിന്നെ താഴേക്കൊരു സ്ട്രെയിറ്റ് ആയിട്ട് വന്നിട്ടല്ലേ വരുന്നത്. അപ്പൊ അവിടെ നമ്മൾ കട്ട് ചെയ്യുമ്പോ അവിടെ ഒരു വേറെ കട്ട് ചെയ്തിട്ട് വരുമ്പോൾ ഇവിടെ ഇങ്ങനെയാണ് താഴേക്ക് വരേണ്ടത്. ഇങ്ങനല്ല താഴേക്ക് വരുത്തേണ്ടത്. ഇവിടെ ഇങ്ങോട്ടല്ല താഴേക്ക് വരുത്തേണ്ടത്, ഇങ്ങനെയാണ് താഴേക്ക് വരുത്തേണ്ടത്. നമ്മൾ കൈ അതായത് നിങ്ങളിത് ഇങ്ങനെ കൊണ്ടുവരുന്നോണ്ട് കുഴപ്പമൊന്നുമില്ല. നമ്മൾ കൈ പൊക്കുമ്പോഴൊക്കെ അവിടെ പെട്ടെന്ന് ക്ലോത്ത് ഡാമേജ് ആവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് അവിടെ ചെറിയൊരു വീതി വിസ്തീർണം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു തയ്യൽ തുമ്പിനെ നേരെ താഴേക്ക് കൊണ്ടുവരുന്നത്, ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക്. മിസ് ഇത് നമ്മൾ കട്ട് ചെയ്തിട്ട് നമ്മുടെ ബോഡി പാർട്ടിൽ വെച്ചാല് കറക്റ്റ് ആയിരിക്കുമോ? അത് ആ സ്റ്റാർട്ട് മുതൽ എൻഡ് വരെ കറക്റ്റ് ആവണം. കറക്റ്റ് അല്ലെങ്കിൽ കൈ വെട്ടിയതാണോ കുഴപ്പം അതോ ബോഡി വെട്ടിയതാണോ? ഏതെങ്കിലും ഒരു ഭാഗത്ത് കുഴപ്പമുണ്ടെന്നുള്ളത് മനസ്സിലാക്കാം. അതെവിടെയാന്ന് കുഴപ്പം വന്നത് എവിടെയാന്നുള്ളത് കണ്ടുപിടിക്കുകയും വേണം. ക്ലിയർ അല്ലേ?
അടുത്ത ക്ലാസ് ഇതാണ് മെയിനായിട്ട് എടുത്ത് ഈ ഒരു പോയിന്റ് മെയിനായിട്ട് നിങ്ങൾക്ക് എടുക്കുന്നത് ഈ പോയിന്റ് സ്ലീവിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മെയിൻ പോയിന്റ് ഇതാണ്. ചുവിച്ച് വെട്ടാനല്ല ഷേപ്പ് വരക്കാൻ വേണ്ടിയിട്ട് ആ കർവ് പോയിന്റ് എവിടെയാണ് കിട്ടേണ്ടത് എന്നുള്ളതാണ് മെയിനായിട്ട് മനസ്സിലാക്കേണ്ടത്. ഈ ഒരു പോയിന്റ് അത്ര മാത്രം ബ്രേക്ക് ഇട്ടിട്ടൊന്ന് അക്ഷരത്തിൽ എഴുതി വെച്ചാൽ മാത്രം മതി ഈ ഒരു പോയിന്റ്. ബാക്കിയുള്ളതൊക്കെ നിങ്ങൾക്ക് സിമ്പിളായിട്ട് കിട്ടാവുന്നതേ ഉള്ളൂ. ക്ലിയർ അല്ലേ? ക്ലാസ് ഇപ്പോൾ വൈൻഡപ്പാവും, ഇപ്പോൾ ഓഫാവും. സ്കേർട്ടിന്റെതോ അത് ടെലിഗ്രാമിൽ വരുമോ? വരും എൻ്റെ അടുത്ത് വീഡിയോസ് ഉണ്ട് അതിൻ്റെ, ഞാൻ അയച്ചിട്ടില്ല. അത് കുറേ വീഡിയോസ് ആയപ്പോഴും കുറേ ദിവസം പെൻഡിങ് ആയില്ലേ. അതിൽ ഏതാണ് ആദ്യം ഏതാണ് രണ്ടാമത്തെ ആക്കണം കൺഫ്യൂഷനിലിരിക്കണം. ഒന്നൊന്നും എൻ്റെ അയച്ചിട്ട് ക്ലിയർ ആക്കിയിട്ട് വേണം. ഇപ്പൊ സ്ലീവിൻ്റെ സെപ്പറേറ്റ് തന്നെ നിങ്ങൾ വേറെ തന്നെ എഴുതി വെച്ചോ. അത് കണ്ടിട്ടില്ലേ, അതുകൊണ്ട് തന്നെ പിന്നെ ബോഡി പാർട്ടിന്റെ യോക്ക് വരെയുള്ളതും ക്ലിയർ ആയിട്ടുണ്ട്. ഇപ്പൊ കയ്യോ ആയി. ഈ ആ സ്കേർട്ട് എങ്ങനെയാണ് വെട്ടേണ്ടത് എന്നുള്ള റൗണ്ട് കിട്ടാനുള്ള വീഡിയോ അയച്ചു തരാം. നമ്മുടെ അടുത്ത് ക്ലാസ് എടുത്തിട്ടുണ്ട്, അതിന്റെ ഒക്കെ ക്ലാസ് എടുത്തിട്ടുണ്ട്. വീഡിയോ അയച്ചു തരാനേ ഉള്ളൂ.